സെന്റ് പയസ് 10 ഇതാ വരുന്നു. സെന്റ് പയസ് 10 ആണ് നമ്മളിപ്പോൾ കാണുന്നത്. സെന്റ് പയസ് 10 മങ്കൊമ്പിൽ നിന്ന്, മങ്കൊമ്പിലെ സെന്റ് പയസ് 10 ബോട്ട് ക്ലബിന്റെ സെന്റ് പയസ് 10 മൂന്നാമത്തെ ഹീറ്റ്സിൽ ഇറങ്ങാൻ മാറ്റുരയ്ക്കാനായി ഇറങ്ങുന്നു. മങ്കൊമ്പിന്റെ അഭിമാനമാണ് സെന്റ് പയസ് 10 എന്ന് പറയുന്ന ബോട്ട് ക്ലബ്ബ്. അതുകൊണ്ട് തന്നെ ആ കര മുഴുവൻ ഒരു ആവേശത്തിലാണ്. മങ്കൊമ്പിന്റെ മാനം കാക്കാൻ സെന്റ് പയസ് വരുന്നു. ഓളപ്പരപ്പിലേക്ക് സെന്റ് പയസ് കുതിച്ചു കയറുകയാണ്. 17ാം നമ്പറായി കളത്തിലിറങ്ങുന്നു സെന്റ് പയസ് 10. മങ്കമ്പായാലും കാവാലമായാലും നെടുമുടിയായാലും ചേന്നങ്കരി അങ്ങനെ കുട്ടനാട്ടിലെ ഓരോ തിണകളും കുട്ടനാട്ടിലെ ഓരോ കരകളും, ആ കരകളെയൊക്കെ കരികൾ എന്നാണ് വിളിക്കുക കേട്ടോ. രാമങ്കരി, മിത്രക്കരി, ഇങ്ങനെ ഓരോ കരികൾ. ആ കരികളെല്ലാം ഓരോ കരകളും തിണകളും സമൂഹങ്ങളുമാണ്. എന്നാൽ അവരെല്ലാം കുട്ടനാട്ടുകാരാണ്. കേരളത്തിൻ്റെ ഈ പറയുന്ന നെല്ലറ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കുട്ടനാട്ടിലെ കർഷക സംസ്കാരത്തിൻ്റെ ഏറ്റവും ഉദിച്ചു നിൽക്കുന്ന ഒരു സാംസ്കാരിക ബിംബമാണ് സെന്റ് ജോർജ് SJBC സെന്റ് ജോസഫ് ബോട്ട് ക്ലബ്ബ് കായൽപ്പുറം. സെന്റ് ജോസഫ് ബോട്ട് ക്ലബ്ബ് കായൽപ്പുറത്തിന്റെ സെന്റ് ജോർജ് 12ാം നമ്പറിൽ ഇറങ്ങുന്നു. തുഴക്കാരുടെ ഒരു വേഗം വെച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2ാം നമ്പർ ഹീറ്റ്സിൽ ശ്രീവിനായകനും ജവഹർ തായകരിക്കും. ഉണ്ണിസാർ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമായിരിക്കില്ല കാര്യങ്ങൾ. സെന്റ് ജോസഫ് ബോട്ട് ക്ലബ്ബ് കായൽപ്പുറവും രണ്ടും കൽപ്പിച്ചാണ് ഈ ജലപൂരത്തിനായി തുഴത്താളം തീർത്തിതാ വരുന്നത്. ഓരോ ടീമിന്റെയും എൻട്രി കണ്ടാൽ അറിയാം അവരിക്കുറി രണ്ടും കൽപ്പിച്ചാണ്. ഇത് നോക്കൂ, രണ്ട് കരകളിൽ നിന്നുമുള്ള കുഴൽ വിളികൾ നിങ്ങൾക്ക് കേൾക്കാം. ഇനിയിപ്പോൾ ആർപ്പോ ഇറോ എന്നുള്ള വിളികൾ കേൾക്കാം. അങ്ങനെ നമുക്കൊന്ന് നമ്മുടെ നായികയിലേക്ക് പോകണം. സ്ത്രീകളുടെ അമരത്തും അണിയത്തും സ്ത്രീകൾ നിരക്കുന്ന, സാധാരണ ചുണ്ടൻ വള്ളത്തിൽ ആചാരപ്രകാരം സ്ത്രീകൾ കയറാറില്ല. ഇതാ സ്ത്രീകൾ നിരക്കുന്ന മത്സരവള്ളം, അതും അവിടെ എത്തുകയാണ്. അനഘ, എന്തായി മാസ്റ്ററിൽ? പുരുഷന്മാർക്ക് മാത്രമല്ല, സ്ത്രീകൾ ഞങ്ങൾക്കും ഇവിടെ കരുത്ത് തെളിയിക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകൾ തുഴയുന്ന വള്ളമാണ് നമുക്ക് മുന്നിലൂടെ വരുന്നത്. നിരനിരയായി സ്ത്രീകൾ ഉരന്ന കൃത്യമായി തുഴഞ്ഞ ഇതാ വിജയക്കൊടി, വിജയത്തിനടുത്തേക്ക് അവർ എത്തിക്കഴിഞ്ഞു. ഈ വള്ളം കളിയും തുഴയും ഒക്കെ പുരുഷന്മാർക്ക് മാത്രമല്ല, ഞങ്ങളുണ്ട്, ഞങ്ങൾക്കുമാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്ത്രീകളുടെ സാന്നിധ്യവും ഇവിടെ മത്സരത്തിൽ കാണുന്നത്. എന്തായാലും ഇനി അല്പസമയം മാത്രമാണ് ബാക്കിയുള്ളത്. സുജയ, നമുക്ക് മുന്നിലൂടെ ഇതാ ചുണ്ടൻ വള്ളം തുഴഞ്ഞു നീങ്ങുന്നുണ്ട്. ഈ ചുണ്ടൻ വള്ളത്തിലെ 100ഓളം പേരുണ്ടെങ്കിലും അതിൽ വീരപരിവേഷമുള്ളത് 3 പേർക്ക് മാത്രമാണ്. അതാണ് ഈ ലീഡിംഗ് ക്യാപ്റ്റൻ, 1ാം തുഴ, 1ാം പങ്കായം എന്നീ 3 പേർക്കാണ് ഒരു ചുണ്ടൻ വള്ളത്തിൽ വീരപരിവേഷം കൊടുക്കുന്നത്. അതായത് ഈ ലീഡിംഗ് ക്യാപ്റ്റനാണ് എങ്ങനെ മത്സരം മുന്നോട്ട് പോകണം, തന്ത്രങ്ങൾ മെനഞ്ഞ് എങ്ങനെ വിജയത്തിലേക്ക് എത്തണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഈ ലീഡിംഗ് ക്യാപ്റ്റനാണ്. 1ാം തുഴക്കാരൻ, അതാണ് ആ 1ാം തുഴക്കാരനെ നോക്കിയാണ് ബാക്കിയുള്ളവരൊക്കെ തന്നെ തുഴയുന്നത്. 1ാം പങ്കായക്കാരൻ, ആ ചുണ്ടൻ വള്ളത്തിന്റെ ഏറ്റവും പിന്നിൽ നിന്ന് വള്ളത്തിന്റെ ഗതി നിയന്ത്രിക്കുന്ന ആളാണ് 1ാം പങ്കായക്കാരൻ. അങ്ങനെ ചുണ്ടൻ വള്ളത്തിൽ 100ഓളം പേരുള്ളപ്പോഴും ആ ചുണ്ടൻ വള്ളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വീരപരിവേഷമുള്ളത് ഈ 3 പേർക്ക് മാത്രമാണ്. മാത്രമല്ല, ഈ പ്രസാദിലേക്ക് പോകാം. TV പ്രസാദ്, ഓരോ വള്ളവും ഒരു വള്ളം നിറയെയല്ല, ആ വെള്ളം മുഴുവൻ കലക്കിവിടുന്ന ആവേശത്തോടെയാണ് കടന്നു വരുന്നത്. ഉദ്ഘാടന ചടങ്ങ് തീരാറായോ? ഉദ്ഘാടന ചടങ്ങ് അല്പസമയത്തിനകം തുടങ്ങും. സുജയ, നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ മാസ് ഡ്രില്ലിന് വേണ്ടി ഓരോ ചുണ്ടൻ വെള്ളങ്ങളും ആവേശത്തുരെ തുഴയെറിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരികയാണ്. ഈ മാസ് ഡ്രില്ലിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് അവരുടെ അവസാന റിഹേഴ്സൽ കൂടിയാണ്. എത്രത്തോളം മുന്നോട്ട് കുതിക്കാൻ പറ്റും അത്രത്തോളം മുന്നോട്ട് കുതിച്ചുകൊണ്ടാണ് ഓരോ ചുണ്ടൻ വെള്ളങ്ങളും അവരുടെ പ്രദേശത്ത് നിന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്കും പിന്നീട് അവർ ഈ മാസ് ഡ്രില്ലിന് വേണ്ടി ഇവിടെ പവലിയന് മുന്നിലേക്കും എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചുണ്ടനുകൾ ഒന്നൊന്നായി ഇവിടെ നിരക്കാൻ തുടങ്ങിയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ മാസ്റ്ററിലായിരിക്കും. നയനമനോഹരമായ കാഴ്ചയാണ്. സുജയ നേരത്തെ പറഞ്ഞതുപോലെ
ആവേശം ഒട്ടും ചോരാതെ ഓരോ തുഴകളും വളരെ വേഗം വീശിയെറിഞ്ഞ് പുന്നമടക്കായലിൻ്റെ ഓളപ്പരപ്പിലൂടെ ചീറിപ്പായാൻ തയ്യാറെടുക്കുകയാണ് ഓരോ ചുണ്ടൻ വെള്ളങ്ങളും. ഈ ഉദ്ഘാടന സമ്മേളനം കഴിഞ്ഞതിന് പിന്നാലെ തന്നെ ആദ്യ ഹീറ്റ്സ് തുടങ്ങും. അങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ഹീറ്റ്സും ഓരോ ഫൈനൽ മത്സരങ്ങളെപ്പോലെ ആവേശമാണ്. 1, 2, 3 സ്ഥാനങ്ങളല്ല ഇത്തവണ, പകരം മികച്ച സമയമാണ്. ആരാണോ മികച്ച സമയം കുറിക്കുന്നത് അവരാണ് ജേതാക്കൾ. അതല്ലാതെ ഓരോ ഹീറ്റ്സിലെയും 1, 2 സ്ഥാനക്കാരല്ല, മികച്ച സമയം നേടുന്നവരാണ് കുതിച്ചുയരുക, അവരാണ് ജേതാക്കളാവുക. ഇതിൽ ജേതാക്കളായതിന് ശേഷം ആദ്യത്തെ 9 മികച്ച സമയങ്ങളിലുള്ള 9 ടീമുകളാണ് CBLന് ചാമ്പ്യൻസ് ബോട്ട് ലീഗിന് അർഹത നേടുക. അങ്ങനെ ആ 9 മിടുക്കരായ ചുണ്ടൻ വെള്ളങ്ങളെ തിരഞ്ഞെടുക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു കായിക വിനോദത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. പുന്നമടയാറ്റിൻ്റെ തീരങ്ങളിൽ ഇരുഭാഗത്തും തിങ്ങി നിറഞ്ഞ സ്ത്രീകളും കുട്ടികളും വന്ധ്യവയോധികരും ഉൾപ്പെടെയുള്ള 10,000ങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് ഇവിടെ പുന്നമടക്കായലിൻ്റെ ഓളപ്പരപ്പിലൂടെ ഓരോ ചുണ്ടനുകളും ചാട്ടുളി പോലെ പോകാൻ ഒരുങ്ങുന്നത്. അല്പസമയത്തിനകം ഏതാണ്ട് 3 മണിക്കകം തന്നെ ഇതിൻ്റെ ആദ്യ ഹീറ്റ്സ് തുടങ്ങും എന്നുള്ളതാണ്. ഇവിടെ ഉദ്ഘാടനം കഴിഞ്ഞ ഉടനെ തന്നെ ആവേശം തിരയിളക്കിക്കൊണ്ട് ഓരോ ചുണ്ടനുകളും ഇങ്ങോട്ടേക്ക് വരും. എത്രത്തോളം ആവേശമുണ്ട് ഇത്ര വേണം? അയ്യോ, അടിപൊളി ആവേശം, നല്ല ആവേശം. ആരാ ജയിക്കാം? എല്ലാവരും കാത്തിരിക്കുകയാണ്.